നന്നായിട്ട് വാദിക്കുന്നു അതുപോലെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും പ്രായം ഇവർക്ക് സെയിം പ്രായമായിരുന്നില്ല. അങ്ങനെ എനിക്ക് പ്രായത്തിന് ഇളവൊന്നും തോന്നുന്നില്ല. പക്ഷെ മേ ബി ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ചാൻസ് ടു റീതിങ്ക് അത് ചിലപ്പം കിട്ടുമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു ജെൻഡർ ഇക്വാളിറ്റി തോന്നുന്നുണ്ട്. ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നതായിട്ട് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആവശ്യത്തിനുള്ള പരിഗണന കൊടുക്കുന്നു അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്കാണ്. ചേട്ടൻ എന്തോ അല്ല, നിയമം കുറേ വിട്ടുവീഴ്ചകൾ കൊടുക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക്. അതാ ചോദിച്ചത്. എനിക്ക് തോന്നുന്നില്ല വിട്ടുവീഴ്ചയല്ല, ചിലപ്പോൾ ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ടാവും. അത് എനിക്ക് തോന്നുള്ളൂ. വിട്ടുവീഴ്ച എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം അങ്ങനെയാണെങ്കിൽ ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ കറക്റ്റ് അല്ലേ കൊടുത്തത്? ഗേൾസ് ഫസ്റ്റ് എന്നുള്ള ഒരു സാധനം അല്ലേ ശിക്ഷയിലും അതാണ് അല്ലേ? ശിക്ഷയിലും അത് തന്നെയാണോ കാണിച്ചത്? അതായത് പെൺകുട്ടിയാണെന്നാൽ പിന്നെ ഇവർക്ക് നമ്മൾ ശിക്ഷിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? ജെൻഡർ ന്യൂട്രൽ ഇവിടെ ഇല്ലല്ലോ, അതാണ് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ആവശ്യത്തിനുള്ള ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ തന്നെ പറഞ്ഞ് കളയണതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടല്ലേ. അത് വന്നിട്ട് വായിക്കും അല്ലേ? നല്ല പ്രോപ്പറായിട്ടുള്ള മറുപടികൾ പറയുന്നുണ്ട്. ജനത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കിയെന്ന് പറയുന്നത്. അല്ല, ജനങ്ങളുടെ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പാഠശാലയിലൊക്കെ. എനിക്ക് തോന്നുന്നത് കുറെ ഞാൻ ന്യൂസിൽ അപ്പം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. കാരണം ആ കുട്ടി 14 ദിവസം 11 ദിവസമാണ് അല്ലേ വെള്ളം പോലും ഇറക്കാതെ മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രണയിച്ചു പറഞ്ഞ ഏറ്റവും നല്ലൊരു വികാരമാണ്. ഇറ്റ്സ് എറ്റേണൽ. നമ്മൾ ഇവിടുന്ന് മരിക്കുന്ന ആകെ നമ്മൾ കൊണ്ടുപോകണം നമ്മൾ ഈ ലവും അതുപോലെ നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളും കാറും ജീപ്പും ഒന്നും നമ്മൾ കൊണ്ടുപോകാറില്ല. അപ്പോൾ അതിലെങ്കിലും നമ്മൾ പ്യുവറായിട്ട് നിൽക്കുക, അതാണ് ഞാൻ ചിന്തിക്കാറ്. അതിൽ ആണ് ആ കുട്ടി ചതിച്ചത് എന്നുള്ളതിൽ എനിക്കും ഒരു വിഷമം. പൊതുവെ പെൺകുട്ടികളൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുകയാണ് പെൺകുട്ടികളെങ്ങനെയാണ്. എല്ലാ മനുഷ്യന്മാരും ഇപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കുട്ടീനെ പാമ്പിനെ വിട്ട് കടുപ്പിച്ച് കൊല്ലുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം മനുഷ്യന്മാർ എന്തൊക്കെയോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അത്യാഗ്രഹം അല്ലാതെ ഇവരിങ്ങനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് അത് വെട്ടിപ്പിടിക്കണം അല്ലേ, എനിക്ക് ഇവിടെ നിങ്ങളെക്കാളും വേറൊരാളെക്കാളും വലുതാവുക എന്നതാണ് ആൾക്കാരുടെ ചിന്ത. എന്തുകൊണ്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മളെ പറ്റുന്ന ഒരു സഹായം വേറെ ആൾക്ക് ചെയ്യാം? നമുക്കൊരാളായിട്ട് നിന്ന് പോകാൻ പറ്റില്ലെങ്കിൽ ലീഡ് ദം എന്നല്ലേ. എന്നെ കണ്ടിട്ട് തോന്നാതെ ഇല്ല. എൻ്റെ റിലേഷൻസ് ഒക്കെ നല്ലതായിരുന്നു. എല്ലാം മ്യൂച്വലി ഉള്ള നല്ല നല്ല റിലേഷൻസ് ആയിരുന്നു. ഇതായിരിക്കും എല്ലാം മെയിനായിട്ട് എനിക്ക് തോന്നി. താങ്ക് യു.